പ്രാർത്ഥനയാണോ അതോ സർക്കസ് ആണോ? എന്തുവായത്? ആത്മശാന്തി കിട്ടുമോ? മനസ്സമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ വിളങ്ങി മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ കടയിൽ കൊണ്ടുവന്ന് മുട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാകും. ഞങ്ങൾ നേർച്ച അമ്മയുടെ അനുഗ്രഹം അമ്മയെ നമുക്ക് ഒരാളുടെ അനുഗ്രഹം നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് അറിയില്ലേ? അങ്ങയുടെ രാജ്യങ്ങളുടെ അങ്ങയുടെ തീരുമാനിച്ച സ്വർഗത്തിലേക്ക് പോകുമല്ലോ. ആ കോഴിക്കോടോ വേളാങ്കണ്ണിക്കാ പോകുന്നത്. ആ കോഴിക്കോട് തുറന്നിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കോടിന്റെ കാര്യം പറയുന്നില്ല. ആ കോഴിക്ക് നീക്കി കൊടുക്കണല്ലേ? കോഴിക്ക് നീ കൊടുക്കാൻ നീ പ്രാർത്ഥിക്കാൻ നോക്ക്. പരിശുദ്ധ മറിയനെ അറിയില്ലേ? ഒരേ ഒരു ചെറുപ്പം കൊടുത്തു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് മനുഷ്യരുടെ അമ്മ മാതാവേ. ആ കഞ്ഞി തിളച്ച് പോകുന്നു അവിടെ. ആ കഞ്ഞി അത്ര തിളച്ച് പോകുന്നു കണ്ടോ? ഒന്നും ഇഷ്ടിയെടുത്ത് കള്ളാന്ന് പോകുള്ളൂ. എന്താണ് അമ്മ ആ ചെറുക്കം കള്ളുകൂടി നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ കള്ള് കള്ളുകൂടി നിർത്തിയത്? നേരത്തെ നേരത്തെ നീയാണോ വേളാങ്കണ്ണിക്ക് നമ്മുടെ മുടിയാക്കാവുന്നത്? മുടിയെല്ലാം നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്ക് എല്ലാം നേടി തന്നിട്ടുണ്ട്. അമ്മ എന്റെ പൊന്നമ്മേ, എന്റെ വേളാങ്കണ്ണി അമ്മ, എനിക്കൊരു കാര്യം എന്നോട് പറയാനുള്ളൂ. അവനെ ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുഖു, രഞ്ജിത്ത്, വിനേഷ്, ഇവന്മാരുടെ എല്ലാം മണ്ടേല് ഇടുക്കി വീഴണേ. മണ്ടേ മാത്രമാകണ്ട, ട്യൂസ്ഡേയിലും വെഡ്നെസ്ഡേയിലും സൺഡേയിലും ഒക്കെ അത് ഇടുക്കി വീഴണേ. ആഴ്ച ഒരു ദിവസം പോലും നിങ്ങളെ തലമുക്കി എന്നെ എങ്ങനെ വിളിച്ചോണ്ട് പോയി? എന്റെ അമ്മ മാതാവേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മേ, ആ മകന് സ്വബുദ്ധി കൊടുക്കണേ അമ്മേ. അവന്റെ തലയിൽ പിശാച് കയറിയിട്ട് അമ്മേ, അമ്മയുടെ വലിയ കരുണ കൊണ്ട് അവനുള്ള പിശാച് അമ്മയുടെ വലിയ കരുണ കൊണ്ട് വിട്ടുപോട്ടെ. വീട്ടിൽപ്പെടുത്തുവോ? വിട്ടുപോട്ടെ, പിശാച് വിട്ടുപോട്ടെ. സന്നിധിയിലുള്ള പിശാച് സന്നിധിക്കാൻ വിട്ടുപോട്ടെ. എനിക്ക് പോട്ടെ, സന്നിധി വിട്ടുപോട്ടെ. പിശാച് വിട്ടുപോട്ടെ, സന്നിധി പിശാച് വിട്ടുപോട്ടെ. അമ്മച്ചി പ്രാർത്ഥിച്ച് നിന്നിലുള്ള പിശാച് വിട്ടുപോകട്ടെ കേട്ടാ. അന്നേരം നീ എന്നാ വർത്തമാനം പറയുന്നത്? ഈ ബോധം കണ്ട ഏതെങ്കിലും വിഷായിവിടെ ഒന്ന് ഇരിക്കുവോ? അപ്പോഴാണ് ജീവിതം വിട്ടു പോകേണ്ടി ചെയ്യും. എന്നാ പോലെ പാടായത് ഈ കൃത്യം വഴിയൊക്കെ നടക്കാൻ പഠിക്കുക. എന്താ ധൈര്യം? അന്യൻ ഈ ധൈര്യം ഇനി നടന്നാൽ ഈ വീട്ടിൽ നീ എന്നേക്കും അന്യനാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്വന്തം വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് അറിയാമോ? അന്നൊരു കാര്യം അമ്മ അപ്പം ചുടുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ എന്നാ ഞാൻ വേർപ്പ് കൊണ്ടാവില്ല. എന്നിട്ട് അടാ അപ്പം ഞാൻ എന്റെ വേർപ്പ് പോയി മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച നിന്റെ അമ്മ നേർന്നതാണ്. അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നീ ഒരു കല്യാണമൊക്കെ നടത്തി തരാം കേട്ടോ. അമ്മ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോറിക്ഷ പോകും. അത് കഴിഞ്ഞ ട്രെയിനെ കയറി നാഗപട്ടണത്ത് ഇറങ്ങും. അവിടുന്ന് ബസ്സേ കയറി നമ്മളങ്ങ് പോകും. പക്ഷെ അമ്മച്ചി നേർച്ച തരണമെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് നേർച്ച പഠിക്കണമെങ്കിൽ നടന്ന് പദയാത്രയായിട്ട് പോയില്ലേ നേർച്ച പഠിക്കൂടെ? അറിയാമോ? പദയാത്രയായിട്ട് പോകണം. അപ്പൊ ഈ പദയാത്രയും ഈ തീർത്ഥയാത്രയും നമ്മൾ എന്നാ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. മോനെ സന്നിക്കുട്ടി, നീ ഇപ്പൊ ഒരു പുണ്യ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ പോവുകയാണ്. കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ നിന്റെ വായിന്ന് പട വരുമോ? അതാണ് പദയാത്ര. അഥവാ പട വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. അതിനാ കുറച്ചുകൂടെ പുണ്യൊക്കെ കിട്ടണേ. അവൻ പദയാത്ര ആയിട്ട് വന്നിരിക്കുന്നു. മുഴുവൻ നോക്കണം. ഇതിന്റെ ഒന്ന് പോകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിച്ചാൽ പോലെയാണോ? ഞാൻ അതുകൊണ്ട് നിർത്തിയില്ലോ. അച്ഛനെ വിളിച്ച് നോക്കിയിരിക്കാം. നീ അച്ഛനെ വിളിച്ച് ഞാൻ വെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ നെറ്റ് ചെയ്യാൻ. പള്ളിയുടെ പണി നടക്കുമോ? സംഭാവന ചോദിക്കും. അതേ ഈ തമിഴൊക്കെ പറയണ്ട അങ്ങോട്ട് ഇറങ്ങി നമുക്ക് ഈ കള്ളക്കാരൻ പള്ളിയിൽ പോയി മുടി വെപ്പിച്ചാൽ പോലെ. പള്ളക്കാരൻ പള്ളിയാണോ നേരത്തെ വന്നിരിക്കുന്നത്? വേറെ പള്ളിക്ക് മുടിയാക്കണമെന്നല്ലേ നേരത്തെ വന്നിരിക്കുന്നത്? തമിഴ് പഠിക്കാൻ വേണ്ടി നമ്മുടെ ജോസൂട്ടി ഓട്ടോക്കാരൻ ജോസൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ നിനക്ക് അറിയാവുന്ന ഒന്നായിട്ട് തമിഴൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വരുമോ എന്ന് ചോദിച്ചാൽ അതാ ജോസൂട്ടി വന്നിട്ട് ഇത് അതെ കാണുമ്പോൾ ഇന്നലെ ചോദിക്കണമെന്ന് ഞാൻ തിരിക്കുകയായിരുന്നു. ഇത് യാർക്കാ തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. തമിഴൊന്നും അറിയാമോ? അല്ല അതിനെ നിന്നോട് വരാൻ പറഞ്ഞില്ലേ? ഇതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ കാര്യമുള്ളൂ. വാക്കുകൾ പഠിച്ചു
വണക്കം അല്ലേ അന്നി പെണ്ണെന്നാണ് പെണ്ണെ അന്നി അക്കെ ഈ രണ്ട് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു അവിടെ ഒരു ഗ്ലാസ് വെള്ളം വേണം എങ്ങനെയാണ് അവൻ പറയുന്നത് നിസാരമായിട്ട് പറയാമല്ലോ നമ്മളിപ്പോ ഒരാണെങ്കിലാണ് കാണുന്നെങ്കിൽ അണ്ണാ ഈ കൊഞ്ചം തണ്ണി തരുമാ കുഞ്ചൻ കണ്ണി ചോദിച്ചാൽ കുഞ്ചൻ തന്നെ കിട്ടും. കൊഞ്ചം നീ എവിടെ പോകുന്നുണ്ട് വേളാങ്കണ്ണി. എന്തിനാ പോകുന്നു ഇവന്റെ മുടി ഇറക്കണം. അങ്ങനെ നേർച്ചയാ. അതെ കല്ലൂരി കല്ലൂരി നിർത്തിയ വേളാങ്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറങ്ങി സുന്ദരനാക്കണതല്ലേ. ഇത് ചെറുക്കനാമത്തെ എന്തോ ഈ പറയുന്നത്? തമിഴറിയുന്നില്ലേ ഈ മൂച്ചി എന്ന് പറഞ്ഞിട്ട് തമിഴ് അടിമുഖം അതാണ് ഞാൻ പറഞ്ഞത് ഈ യാത്രയിൽ അങ്ങനെ ആവുമോന്ന് എന്റെ പേടി. നമുക്ക് ഈ യാത്രയിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ അല്ല ഈ മുടിയായിട്ട് വിഷയാംശം ചെയ്യുവാണെങ്കിൽ ജയിച്ച വളർത്താനുള്ള ചിലപ്പോൾ ലോൺ കിട്ടിയേ അതുകൊണ്ട് പറഞ്ഞത് അപ്പച്ച അവൻ പറഞ്ഞത് കേട്ടോ കേട്ടോ മുടി വളർത്തുന്നത് വെട്ടി മലയൊക്കെ നടക്കുന്നു പോത്തിറങ്ങി മറ്റേ ഒരു 4 പേർ കൊണ്ടാണ് കൊടുത്തത് കമ്മിറ്റിന് പോത്തിറങ്ങി എഴുതി അതിനെ ഇത് പിന്നെ വേളാങ്കണ്ണി ചെന്ന് അവിടെ നിന്ന് താമസിച്ച് പിന്നെ മുടി ഇറക്കിയിട്ട് അങ്ങോട്ട് 4 ദിവസം കഴിയും. കോഴി പട്ടിണിയായി പോകും ആ കോഴിനെ കൂടെ കൊണ്ടുപോകാൻ കോഴി മാത്രമല്ല ആ ആടിനെ താറാവിനെ എടുത്ത് വണ്ടിക്ക്. ഈ കോഴി താറാവിനെയും നാട്ടിലേക്ക് ഈ വണ്ടിക്കകത്ത് നിർത്തുന്ന നോക്കിയുടെ പട്ടയോ ഈ നോക്കുകുട്ടിയുടെ ഓട്ടയാണ്. അമ്മയ്ക്ക് കയറി നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ആ കൊച്ചിന്റെ റായി എടുത്ത് തല വെച്ച് നടക്കുന്നു. മനുഷ്യനെ കൊണ്ട് കളിയാക്കാനാണോ? ആഹാരത്ത് വേണ്ട. അയ്യോ രാവിലെ രാവിലെ നാട്ടു കൊടുത്തിട്ട് അന്നിരുന്ന് വരുത്തോക്കാൻ പറഞ്ഞു അപ്പച്ച കേരളത്തിൽ എനിക്കൂടെ തരുമോ? കൂട്ടം തെറ്റി പോകരുത്. തൂട്ടി ചെല്ലാം. ഈ പ്ലാറ്റ്ഫോമിൽ അവിടെ ശ്രദ്ധിച്ചിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നു. അത് അവര് പറഞ്ഞ അന്വേഷണമായിട്ട് ചെയ്യാൻ. ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത് എടാ നീ ഇത് കേൾക്കുമ്പോ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. എന്റെ മൂത്ത ചേട്ടൻ ഒരു പാപ്പി ഉണ്ടായിരുന്നു. പട്ടാളത്തിലായിരുന്നു. ഒരു പ്രാവശ്യം ലീവിന് വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പാളം ക്രോസ് ചെയ്തപ്പം പാളത്തിന്റെ നടക്കെത്തിയപ്പോ ഈ അറ്റൻഷൻ കേട്ടു. പഴയ പട്ടാളക്കാരനല്ലേ അറ്റൻഷൻ അടിച്ച് ഒറ്റ നിപ്പാൻ എന്നിട്ട് ഉള്ള വേറെ ഇറങ്ങിയത് പോയി. വീട്ടിൽ കണ്ട ആ ഓടിയുടെ മോഹം കണ്ട് ഇരിക്കും രൂപാട് തീർന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കണം. എവിടാ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാം. ഉഴുന്ന് അതിനൊക്കെ മുന്നോട്ട് ഞങ്ങളോട് ഇരിക്കുന്നത് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. അത് ശരിക്കും ഉഴുന്ന് വടയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറയണം. അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടിലോട്ട് വിടണം. അത് ബൈബിളെടുക്കാൻ വിട്ടുപോയി. അയ്യോ ദൈവമേ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലേ വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയത് നീ എന്തിനാ ബൈബിൾ എടുക്കുന്നത് അതല്ല ഞാൻ ബൈബിൾ എടുക്കണം. വേറെ വല്ല അത്യാവശ്യമാണെന്ന് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് അവിടെ എടാ അതല്ല ഞാൻ പറഞ്ഞു നിനക്ക് ബൈബിൾ പോകണം. ബൈബിൾ എടുക്കണം. തമിഴിന്റെ തെലുങ്കിന്റെ ഇംഗ്ലീഷിന്റെ ബൈബിളൊക്കെ അവിടെ കാണുമല്ലോ അവിടെ മലയാളം വായിക്കാൻ ഭാഗത്താണ് ഇംഗ്ലീഷ് എന്താ
നാണം ഉണ്ടോടാ നിനക്ക്? കോട്ടും സൂട്ടും ഇട്ടോണ്ട്